ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 30. അസാധാരണ ചൂടിൽ അതീവ ജാഗ്രത. കനത്ത ചൂടിനെതിരെ കേരളം കടുത്ത ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. സംസ്ഥാനത്ത് ആദ്യമായി ആപൽക്കരമായ ഉഷ്ണതരംഗം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്താകെ അസഹ്യമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. അസാധാരണ സാഹചര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം അത്യന്തം ശ്രദ്ധ പാലിക്കണം. സൂര്യാതപമേറ്റ് 2 പേർ മരണമടഞ്ഞ സാഹചര്യം ജാഗ്രത കുറവ് പാടില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചൂട് മൂലമുള്ള രോഗങ്ങളും വലിയ തോതിൽ കൂടുന്നുണ്ട്. പാലക്കാട്ട് 3 ദിവസമായി ഉഷ്ണതരംഗം തുടരുകയാണ്. 41 ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് ചൂട്. കേരളത്തിൽ എല്ലായിടത്തും ശരാശരിയിൽ നിന്ന് 5.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ആഴ്ച ഇതേ നില തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കനത്ത ചൂട് തൊഴിൽ മേഖലയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. കാർഷിക വിളകൾ കൊടും വേനലിൽ കരിഞ്ഞുണങ്ങി. ഫെബ്രുവരി മുതലേ ആരംഭിച്ച വേനൽ സംസ്ഥാനത്തിന്റെ സകല മേഖലകളെയും തളർത്തി. വേനൽ മഴ തീരെ കുറഞ്ഞതും പ്രത്യാഘാതമുണ്ടാക്കി. തെക്കനേഷ്യൻ തെക്കു കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ബാധിച്ച ഉഷ്ണതരംഗമാണ് കേരളത്തിലും ചൂടേറ്റിയിരിക്കുന്നത്. ഇന്ത്യക്കൊപ്പം ഫിലിപ്പീൻസ്, കംബോഡിയ, മ്യാൻമർ, വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലും കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഉഷ്ണതരംഗത്തിന് കാരണമെന്ന് UN കാലാവസ്ഥാ ഏജൻസിയായ WMO ചൂണ്ടിക്കാണിക്കുന്നു. കിഴക്കൻ ശാന്തസമുദ്രം അസാധാരണമായ നിലയിൽ ചൂടാവുന്ന എൽ നിനോ പ്രതിഭാസമാണ് ഇക്കുറി താപനില വൻതോതിൽ വർദ്ധിക്കാൻ കാരണമായി പറയപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിൽ ആരംഭിച്ച എൽ നിനോ പ്രതിഭാസം പിൻവാങ്ങുകയാണെന്നാണ് ചില കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. പസഫിക്കിന്റെ ഉപരിതലം തണുക്കുന്നത് മൂലമുണ്ടാകുന്ന ലാനിന പ്രതിഭാസം ആഗോള കാലാവസ്ഥയെ എപ്രകാരം ബാധിക്കുമെന്ന ആശങ്കയിലാണിപ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയ 1980-കൾ മുതൽ അതിനെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങളോട് വൻകിട സമ്പദ് ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക, മുഖംതിരിച്ച് നിൽക്കുകയാണ്. അന്തരീക്ഷത്തിലെ താപനില കൂടാൻ പ്രധാന കാരണമായ ഹരിതഗൃഹ വാതകങ്ങളുടെ സാന്ദ്രത മനുഷ്യൻ വിചാരിച്ചാൽ കുറയ്ക്കാൻ കഴിയുമെന്ന് വ്യക്തമായിട്ടും സാമ്പത്തിക താൽപ്പര്യം മാത്രം മുൻനിർത്തി കുത്തകലാഭം കുറയുമെന്ന ഭീതിയിൽ അതിനെ എതിർക്കുകയാണ് അമേരിക്ക. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ഉദ്ദേശിച്ചുള്ള ക്യോട്ടോ ഉടമ്പടിയിൽ നിന്ന് വിട്ടുനിന്ന് അതിനെ പരാജയപ്പെടുത്തിയ അമേരിക്ക പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും അതിൻ്റെ അന്തസത്തയ്ക്കൊത്ത വിധമുള്ള നടപടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ലാഭക്കുതി മാത്രം ലക്ഷ്യമിട്ടുള്ള അന്ധമായ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട കാലാവസ്ഥാ മാറ്റം രാജ്യാതിർത്തികൾക്ക് അപ്പുറമുള്ള ആഗോള അടിയന്തര പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ അന്താരാഷ്ട്ര സഹകരണം കൂടിയേ തീരൂ. അതിനു നേരെ മുഖം തിരിക്കുന്ന മുതലാളിത്ത രാഷ്ട്രങ്ങൾ ജനങ്ങളുടെ ജീവിതം അനുദിനം ദുസ്സഹമാക്കുന്നു, ലോകത്തെ നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് 12 ജില്ലയിൽ ഈ ദിവസങ്ങളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂടിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആവതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. നിർദ്ദേശങ്ങളോട് സഹകരിക്കേണ്ടത് അടിയന്തര ഘട്ടത്തിലെ കടമയാണെന്ന് മറക്കാതിരിക്കാം. അത്യാഹിതങ്ങൾ ഒഴിവാക്കി ഈ കഠിനകാലം മറികടക്കാൻ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല.